നവംബർ 5-ാം തീയതി ബെൽത്തങ്ങാടി രൂപതയുടെ ഏറെ സന്തോഷം നിറഞ്ഞ അഭിമാനം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. 26 വർഷങ്ങൾ ബെൽത്തങ്ങാടി രൂപതയെ നയിച്ച ലോറൻസ് മുക്കുഴി പിതാവ് 75 വയസ്സായി ആ സ്ഥാനത്തു നിന്ന് മാറി ഇതേ രൂപതയിൽ നിന്ന് തന്നെ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ജെയിംസ് പിതാവിനെ ദൈവകരത്താൽ ഈ ജനത്തിന് പുതിയ ഇടയനായി നൽകി. ജെയിംസ് പിതാവാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ബെൽത്തങ്ങാടി രൂപതയുടെ 2ാമത്തെ മെത്രാനായി ജെയിംസ് പിതാവ് നവംബർ 5-ന് അഭിഷിക്തനായി. 5-ാം തീയതിയിലെ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായിരുന്നു. ധാരാളം ജനങ്ങൾ, ഒത്തിരിയധികം മെത്രാന്മാർ, അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ദിവസമായിരുന്നു. ഞങ്ങളതിനകത്ത് പങ്കെടുത്ത ഞങ്ങൾക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരുപാട് ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം ഏറെ മനോഹരമായി അത് കഴിഞ്ഞു. ഈ നവംബർ 5-ൻ്റെ തിരുക്കർമ്മങ്ങളെക്കുറിച്ചും അന്നത്തെ പിതാവിൻ്റെ ഒരു ദൈവാനുഭവത്തെക്കുറിച്ചൊക്കെ പിതാവിന് ഒന്ന് പറയാൻ പറ്റുമോ? നവംബർ 5-ാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമാണ്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ പിന്നെയും കേൾക്കുകയായിരുന്നു, കാണുകയായിരുന്നു. 25-26 വർഷങ്ങൾക്ക് മുൻപ് ഒന്നും ഇല്ലാതെ ഇരുന്ന ഒരു രൂപതയ്ക്ക് 26 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചതിൽ 42 പിതാക്കന്മാർ, 200-ൽ പരം അച്ഛന്മാർ, 4000-ത്തോളം അതിൽ വരുന്ന ആൾക്കാർ എല്ലാം ഒന്നിച്ചിവിടെ ഈ സെൻറ്റ് ലോറൻസ് കത്തീഡ്രൽ പള്ളിയിൽ ഒന്നിച്ചു കൂടിയപ്പോൾ എനിക്ക് പിന്നെയും അലട്ടി വരുന്നത് ഇത് തന്നെയാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമുക്കറിയാം, നാം എല്ലാം കുടിയേറി പാർത്തവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് വന്ന് അതിൻ്റെ തലമുറയാണ് നാം ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 26 വർഷം മുൻപ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയൊക്കെ സംഭവിച്ചെങ്കിൽ ദൈവത്തിന് എന്തൊക്കെയോ ഒരു പദ്ധതി നമ്മുടെ ഈ സമൂഹത്തിന് മേൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ അത് സന്തോഷത്തോടു കൂടിയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. പിതാവ് 1990-ൽ പിതാവ് ഇവിടുന്ന് പട്ടം സ്വീകരിച്ച് പിന്നീട് ഒരു വർഷക്കാലം മാത്രം ബെൽത്തങ്ങാടി രൂപതയിൽ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം പിതാവ് ജർമ്മനിയിലേക്ക് പല ഉത്തരവാദിത്തങ്ങളായിട്ട് പോവുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് പിതാവ് ഒന്ന് പറയാമോ? പിതാവ് അവിടെ എന്തായിരുന്നു, എന്ത് മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ശരി, എൻ്റെ പട്ടം കഴിഞ്ഞിട്ട് 1990 ഏപ്രിൽ മാസം 26-ാം തീയതി ആയിരുന്നു പട്ടം. അത് കഴിഞ്ഞ് ഒരു വർഷക്കാലം ഞാൻ ഉദന ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ജോലി ചെയ്തു. ഉദനയിൽ ഇരുന്നു കൊണ്ട് നെട്ടണ കുത്തിക 2 പള്ളികൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറവലിങ്ങാണ്ടേക്ക് പോകുമായിരുന്നു. ക്ലരീഷ്യൻസിൻ്റെ ആദ്യത്തെ ഭവനം കുറവലിങ്ങാട് 1970-ൽ സ്ഥാപിതമായതാണ്. അപ്പോൾ ആ ഹൗസിൻ്റെ പ്രൊക്കുറേറ്ററായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അവിടെ സെമിനാരിയൻസ് ഉണ്ട്. 3 ബാച്ചിലായിട്ട് 10, 70, 80 പിള്ളേർ എല്ലാ വർഷവും ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ അവിടെ ഞാൻ 3 വർഷക്കാലം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നോട് അന്നത്തെ പ്രൊവിൻഷ്യാളച്ചൻ കുര്യാക്കോസ് തേക്കിലക്കാട്ടിലച്ചനോട് ചോദിക്കുന്നത്, ഇങ്ങനെ ജർമ്മനിക്ക് ഒരാളെ വിടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ജർമ്മൻ പ്രോവിൻസാണ് ഞങ്ങളെ ഇവിടെ വളർത്തിയത് ഇന്ത്യയിൽ. അപ്പോൾ ആ ജർമ്മൻ മദർ പ്രോവിൻസിലേക്ക് വീണ്ടും അവിടെ ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാവോ? ഞങ്ങൾ പലരും ചിന്തിച്ചിട്ട് അച്ഛൻ്റെ പേരാണ് കിട്ടിയത്, അതുകൊണ്ട് അച്ഛൻ ഒന്ന് മറുപടി പറയാമോ എന്ന് ചോദിച്ചു. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് തീരുമാനിച്ചതാണ്, നമ്മുടെ അധികാരികളിലൂടെയാണല്ലോ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ 1994 ജൂലൈ 7-ാം തീയതി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമുക്കെല്ലാം ഒരു പുതിയ ലോകമാണ്. ആദ്യമായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കണം, അത്ര എളുപ്പമുള്ള ഭാഷയൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ ഗോയിറ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 3 മാസം കാലം ഇത് ജർമ്മൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ പാസ്റ്ററൽ വർക്കിന് വേണ്ടിയിട്ട് വിട്ടു. ഈ പള്ളൂട്ടിൻസിൻ്റെ ഒരു പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അങ്ങോട്ട് ഞങ്ങളെ വിട്ടു. അവിടെ ഞങ്ങൾ ഇടവകയിൽ നിന്നുകൊണ്ട് ഭാഷ പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ ജർമ്മൻ ചർച്ചിൻ്റെ ഒരു അച്ഛൻ്റെ കൂടെയായിരുന്നു.
അവിടെ നിന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷക്കാലം നീണ്ടു നിന്നു ഈ ഫോർമേഷൻ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ഹൗസിലേക്ക് വിളിച്ചു. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ എന്നെ ഏൽപ്പിച്ചു. 7 വർഷക്കാലം ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു. അത് അത്രയേ ഉള്ളൂ. ആഴ്ചയിൽ 3 പ്രാവശ്യം അവിടെ പോയി കുർബാന അർപ്പിക്കണം. പിന്നെ പേഷ്യൻസിനെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ മറുപടി പറയണം. പിന്നെ അവരുടെ പേഷ്യൻസിൻ്റെ ആൾക്കാരവിടെ കാണാൻ വരുന്നവർ അവരും ഉണ്ടാവും ഒത്തിരി ചോദ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രി ആയിരുന്നു. അപ്പോൾ പിന്നെ അവർ വിളിക്കുമ്പോൾ ചെല്ലണം. പിന്നെ ഈ അന്ത്യകുദാശ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തിരി പരിപാടികളും ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഒരു 7 വർഷക്കാലം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ 7 പിന്നെ ഇത് 2 9 വർഷം. പിന്നെ 1 വർഷം അവിടെ വേറെ ഇങ്ങനെ ഭാഷ പഠിക്കാനൊക്കെ ആയിട്ട് വേറെ പോയി. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ എന്നോട് പ്രൊവിൻസിൻ്റെ ചാർജായിട്ട് പ്രൊവിൻഷ്യൽ ഇക്കണോമായിട്ട് എന്നെ പ്രൊവിൻഷ്യൽ ചാപ്റ്റർ എന്നെ ഇലക്ട് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ നോ പറഞ്ഞില്ല. എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നും ഉള്ള ഫീൽഡുകളൊന്നും അല്ലത്. അപ്പോൾ ആ ഫീൽഡുകളൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ യെസ് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവുകയായിരുന്നു. പിന്നെ അത് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഫ്രാങ്ക്ഫർട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊവിൻഷ്യൽ ഹൗസ് ഞങ്ങളുടെ വ്യൂർട്സ്ബുർഗിലാണ്. അത് ബയൻ സ്റ്റേറ്റിലുള്ള ഒരു ചെറിയ സിറ്റിയാണ്, വ്യൂർട്സ്ബുർഗ് എന്ന് പറയും. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ പിന്നെ എൻ്റെ 21 വർഷക്കാലം അവിടെ ആ ഹൗസ് തന്നെയായിരുന്നു. അപ്പം ഞാനിങ്ങനെ 2 3 4 പ്രാവശ്യം ഇങ്ങനെ എന്നെ പിന്നെയും റീ ഇലക്ട് ചെയ്തു ഈ ജോലി ആ സെയിം തസ്തികയിൽ തന്നെ. അപ്പം അങ്ങനെ ഞാൻ 21 വർഷക്കാലം അവിടെ എൻ്റെ വർഷം തീർന്നിട്ടില്ല. ഇനി എനിക്ക് ഉണ്ടായിരുന്ന ഒരു 3 വർഷം കൂടി. അപ്പം അതിനിടയ്ക്കാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോരേണ്ടതായിട്ട് വന്നത്. വ്യൂസ്ബർഗിലും ഫ്രാങ്ക്ഫർട്ടിലും പിതാവ് ചെന്ന കാലത്ത് നമുക്കിവിടെ അത്ര കേട്ടുകേഴ്വിയില്ല ജർമ്മനിക്ക് പോവുക, അവിടെ പോയി സെറ്റിലാകുക എന്നുള്ളത് അത്ര കോമൺ ആയിട്ടില്ല. എന്നാലും കുറേയധികം ആളുകൾ അതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് മലയാളികളല്ലേ, നമ്മൾ എത്ര ആയാലും അവിടെ എത്തും. അപ്പം ആ കാലഘട്ടത്തിൽ നമ്മുടെ സീറോ മലബാർ ആളുകൾ അവിടെ ഉണ്ടായിരുന്നോ? പിതാവ് അവർക്ക് അങ്ങനെ മിനിസ്ട്രിയിലെത്തെങ്കിലും പിതാവ് അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും എൻഗേജ് ആവുന്നുണ്ടായിരുന്നു? ശരിയായിരുന്നു. ആദ്യം ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ചെന്നപ്പം അവിടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാസത്തിലൊരിക്കലും ഒരു കുർബാന ഇങ്ങനെ വരുന്ന അച്ഛന്മാരെ വിളിച്ച് ചെല്ലിക്കുമായിരുന്നു അവർ. അപ്പോൾ എന്നോട് അങ്ങനെ ഞാൻ ചെന്ന ഇടയ്ക്ക് തന്നെ 1 2 3 4 പ്രാവശ്യം എനിക്ക് ഇവിടെ കുർബാന ചെല്ലാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞാൻ മാറിക്കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ആ കാലത്താണ് ഈ ഫ്രാങ്ക്ഫർട്ടിൽ നമ്മുടെ സീറോ മലബാർ പള്ളിയുടെ ഒരു ആരംഭം കുറിക്കുന്നത്. അപ്പം ഞാൻ പോയി കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തന്നെ ഒരു അച്ഛനാണെന്നു. കൊറോളിയാണെങ്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്ത ദേവദാസ് മുണ്ടക്കൽ എന്ന് പറയും. അച്ഛൻ അങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയാണ് ആദ്യത്തെ അവിടെ ഒരു സീറോ മലബാർ കമ്മ്യൂണിറ്റി ആയിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ ആരംഭിക്കുന്നത്. അതൊരു ഗുണമുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒരു ഇന്ത്യക്കാരൻ ഒരു അച്ഛൻ, നന്ദകിഷോർ എന്ന് പറയും അച്ഛൻ്റെ പേര്. അപ്പോൾ ആ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എല്ലാ സഹായം ചെയ്തു തരാം, സീറോ മലബാറുകാർക്ക് വേണ്ടി ഒരു ഇടവക പോലെ നമുക്ക് ഒപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അവിടുത്തെ ലിംബുർഗ് ബിഷപ്പാണ് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ചാർജ്. ലിംബുർഗ് ബിഷപ്പിൻ്റെ അടുത്ത് ചെന്നു. ഒരു ഫ്രാൻസ് കാംപ് ഹൗസ് എന്ന് പറയും, പുള്ളി ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പം പുള്ളി ഇങ്ങനെ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ആദ്യത്തെ സീറോ മലബാർ കമ്മ്യൂണിറ്റി ഫ്രാങ്ക്ഫർട്ടിൽ രൂപപ്പെടുന്നത്. ദേവദാസ് മുണ്ടക്കലച്ചനായിരുന്നു ആദ്യത്തെ അവിടുത്തെ വികാരിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വ്യൂർട്സ്ബർഗിൽ ചെന്നപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആദ്യ കാലങ്ങൾ കുറവായിരുന്നു ആൾക്കാർ. ആദ്യ കാലങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങോട്ട് പോരാറായപ്പോൾ ഒരു കോവിഡ് സമയമായിട്ട് ഒത്തിരി ആൾക്കാരെ അങ്ങോട്ട് വന്നു. അപ്പം 19 തുടങ്ങി അവിടെ ഒത്തിരി മലയാളീസ് ഇങ്ങനെ ഒരു 3-4 സെൻട്രലായിട്ട് വന്ന് കൂടി. ആദ്യം ഉണ്ടായിരുന്നത് ഒരു ഇടവക അവിടെ സെല്ലെന്ന് പറയും. അവിടെ ഒത്തിരി മലയാളികൾ ഇങ്ങനെ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ ഒരു ഗ്രൂപ്പ് അവിടെ വന്ന് ആദ്യം. അപ്പോൾ അവർക്ക് കുർബാന തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ വേറെ ഒരു ഗ്രൂപ്പ് അവിടെ അടുത്ത വേറെ ഒരു സ്ഥലത്ത് വന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ തമ്മിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ആ പള്ളികളിൽ തന്നെ ജർമ്മൻ പള്ളികളുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ആ ജർമ്മൻ പള്ളികളോട് അച്ഛന്മാരോട് ചോദിച്ച് അവിടെ ഒരു കുർബാന ഇങ്ങനെ മാസത്തിൽ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു. ആദ്യം സെല്ലിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കിസ്റ്റ് എന്ന് പറഞ്ഞ ഇടവക അവിടെ തുടങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞും പിന്നെ സെല്ലിംഗ് എന്ന് പറഞ്ഞ് വേറെ ഒരു സ്ഥലത്തും കൂടെ ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടാൻ തുടങ്ങി. അവിടെയും തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വ്യൂർട്സ്ബർഗ് ടൗണിലേക്ക് ഒത്തിരി യൂത്ത് വന്നത്. അവരവിടെ പഠിക്കാനായിട്ട്, ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്, വ്യൂർട്സ്ബർഗ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പഠിക്കാനായിട്ട് വന്നു. പിന്നെ കുറച്ച് വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ലാസ്റ്റ് എൻ്റെ
അധ്വാനത്തിൻ്റെ ലാസ്റ്റ് ഘട്ടമെന്ന് പറഞ്ഞ പോലെയാണ് അവിടെ ആ പള്ളി തുടങ്ങിയത്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പള്ളിയിൽ കുർബാന ചെല്ലാനായിട്ട് അവസരം കിട്ടി. അപ്പം അങ്ങനെ 4 പള്ളികളിൽ ആയിട്ട് കുർബാന എല്ലാ മാസവും ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നു ഞാൻ. പിതാവേ, സീറോ മലബാർ നമ്മൾ പിന്നെ സഭയുടെ തുടക്ക കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും കാർഡിനൽ തിസ്രൻഡ് സഭയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ സഭയെ അറിയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു എന്ന് കാർഡിനൽ തിസ്രൻഡ് പറയുന്നുണ്ട്. അപ്പം പിതാവ് ഈ സീറോ മലബാർ സഭ തീർച്ചയായിട്ടും ക്ലരീഷ്യൻ സഭ എന്ന് പറയുന്നത് ലത്തീൻ റൈറ്റിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നൊരു സഭയാണ്. എങ്കിൽ പോലും സീറോ മലബാർ സഭയോട് പിതാവിന് ഇത്ര ഒരു അഫിലിയേഷൻ, സ്നേഹബന്ധം വന്നത് എങ്ങനെയാണ്? അത് പണ്ട് തൊട്ട് എനിക്കുള്ളതാണ്. പണ്ട് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മാമോദിസയുടെ സമയത്ത് ഞാനൊരു ലാറ്റിൻ പള്ളിയിലാണ് എന്നെ മാമോദിസ നോക്കിയത്, കൊക്കട പള്ളിയിൽ. അന്ന് അവിടെ സീറോ മലബാർ പള്ളിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ ആദ്യമായിട്ട് നമ്മുടെ സീറോ മലബാർ പള്ളി ഉണ്ടായത് നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കളഞ്ചേല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആൾക്കാർ കുടിയേറി വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആദ്യം വേണ്ടത് പള്ളിയാണ്. അവർ വീടുകൾ പണിയുന്നതിന് മുമ്പ് തന്നെ പള്ളി പണിയാനായിട്ടാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു 10-30 വീട്ടുകാരായതിന് അവിടെ ഒരു പള്ളി പണിതു കളഞ്ചയിൽ. നമ്മൾ വളരുന്നതെല്ലാം ഈ സീറോ മലബാർ രീതിയിലാണല്ലോ. ഞാൻ ആദ്യമായിട്ട് ലാറ്റിൻ കുർബാന കാണുന്നത് തന്നെ ബാംഗ്ലൂർ ചെല്ലുമ്പോഴാണ്. അതുവരെ ഞാൻ ലാറ്റിൻ കുർബാന കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കുറളിങ്ങാട്ട് ആണ് ആദ്യം ചേരുന്നത്. അവിടെ നമ്മുടെ സീറോ മലബാർ കുർബാനയായിരുന്നു. നമ്മുടെ പാലാപിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. അതായത് പാലാപിതാവ് വളർത്തിയെടുത്ത ഈ ക്ലരീഷ്യൻ കോൺഗ്രിഗേഷനെ. വൈലിപ്പിതാവ് പണ്ട് 60കളിൽ പുള്ളി ഒരു മ്യൂണിച്ചിൽ വെച്ച ഒരു യൂക്രിസ്റ്റിക് കോൺഗ്രസ് നടന്നു. അതിൽ പുള്ളി ഭാഗഭാഗിത്വം വഹിക്കുവാനായിട്ട് ജർമ്മനിക്ക് പോയതാണ്. അപ്പോൾ പുള്ളി താമസിച്ചത് ക്ലരീഷ്യൻസിൻ്റെ ഹൗസിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം. അപ്പം പിതാവിനോടും അന്നത്തെ പ്രോത്സാഹനച്ചൻ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇന്ത്യയെ തുടങ്ങാനായിട്ട്. അപ്പോൾ പിതാവ് വളരെ കാര്യമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ജർമ്മൻകാർക്ക് ഇന്ത്യക്ക് വരാൻ മേലായിരുന്നു. നമ്മുടെ പൊളിറ്റിക്കൽ പോളിസി അത്ര എളുപ്പമല്ലായിരുന്നു. അപ്പം പിതാവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പിള്ളേരെ അങ്ങോട്ട് വിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലാപിതാവ് തിരിച്ചു വരികയും വൈലിപ്പിതാവ് തിരിച്ചു വന്ന തൻ്റെ സെമിനാരിയിലുണ്ടായിരുന്ന പിള്ളേരിൽ 5 പേരെ ആദ്യ ബാച്ചുകാരെ അങ്ങോട്ട് ജർമ്മനിക്ക് വിടുന്നത്. അപ്പോൾ ആ കാലത്ത് ഫ്ലൈറ്റൊന്നുമില്ല, ഒരു ഷിപ്പിലാണ് പോയത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി ഒരു 10-30 പേര് നമ്മുടെ വൈലിപ്പിതാവ് പാലക്കാരെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് വിട്ട് ജർമ്മനിയിലേക്ക് വിട്ട് പഠിപ്പിച്ചവിടെ. 68 ജൂലൈ 25 പാലാപിതാവ് ഫ്രാങ്ക്ഫർട്ടിൽ പോയി 2 പേർക്ക് അന്ന് 2 പേര് പഠിത്തം തീർത്തു. അവർക്ക് സീറോ മലബാർ റീത്തിൽ അന്ന് പട്ടം കൊടുത്തു. ഈ ഫ്രാങ്ക്ഫർട്ടിൽ ഞങ്ങളുടെ പള്ളിയുണ്ട് ഫ്രാങ്ക്ഫർട്ടിൽ. അപ്പോൾ ആ പള്ളിയിൽ വെച്ച് തന്നെയാണ് ഇവർക്ക് പട്ടം കൊടുക്കുന്നത്. അപ്പം ആ പട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ ഇവർ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള നോട്ടമായിരുന്നു. അപ്പം അന്ന് പാലാപിതാവ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഇന്ത്യയിൽ വരുമ്പം എൻ്റെ രൂപതയിലായിരിക്കണം ആദ്യത്തെ ഭവനം, കാരണം പിതാവാണ് പിള്ളേരെ വിട്ടത്. അതുപോലെ സീറോ മലബാർ രീതിയിലായിരിക്കണം എന്നൊക്കെ പുള്ളി അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് പിന്നെ കുറവലിങ്ങാടുള്ള മുത്തിയമ്മയുടെ പള്ളിയുടെ പുറകിലായിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തത്. അവിടെ ഒരു മലയാണ്. ആ മല ഇങ്ങനെ പണ്ട് കാലങ്ങളിലെ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഈ കുറ്റവാളികളെ കൊണ്ടുപോയി തല കാണിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. കൊലകണ്ഠ നിരപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പഴയ കാലത്ത്. ആൾക്കാരെ ശിക്ഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ മലമുകളിലാണ് ഈ ക്ലാരിറ്റ് ഭവൻ ആദ്യം ക്ലരീഷ്യൻസ് ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കറിയാം മാതാവിൻ്റെ പള്ളി, കുറവലിങ്ങാട് പള്ളി 324 മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണിത് കുറവലിങ്ങാട്. അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് കുറേ പിള്ളേർക്ക് വെള്ളം കാണിച്ചു കൊടുത്ത് അവിടെ പള്ളി പണിയാനായിട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ആ വെള്ളം ഇപ്പോഴും ഉണ്ട് അവിടെ. ആ ഉറവ, മാതാവ് കാണിച്ചു കൊടുത്ത ഉറവ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഇത് ക്ലരീഷ്യൻസിന് ഒരിക്കലും അംഗസംഖ്യയിൽ കുറയേല. കാരണം എപ്പോഴും അവിടുന്ന് ആ മാതാവിൻ്റെ ആ നീരുറവ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഉത്ഭവിക്കുന്നതാണല്ലോ വെള്ളത്തിൻ്റെ ആ നിറവ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒത്തിരി വൊക്കേഷൻസ് കുറയാതെ എപ്പോഴും കിട്ടുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒത്തിരി നാൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും അവിടുന്ന് വൊക്കേഷൻസ് ഉണ്ട് കുറവലിങ്ങാട്. അതുകൊണ്ടാണ് തന്നെ ഒത്തിരി വളർന്നത് കോൺഗ്രിഗേഷൻ. ഈ 55 വർഷം കൊണ്ട് ഒത്തിരി പെട്ടെന്ന് വളർന്നു കോൺഗ്രിഗേഷന്. വേറെ ഒരു കോൺഗ്രിഗേഷനും വളരാത്ത രീതിയിൽ ഞങ്ങളിന്ന് ഇന്ത്യയിൽ 5 പ്രോവിൻസസ് ഉണ്ട്. ഇന്ത്യയിൽ
4 പ്രൊവിൻസസും ഒരു ഡെലഗേഷനും, അത് 5 മേജർ ഓർഗനൈസ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയൊക്കെ വളർന്നു 10-600 വൈദികരുണ്ട് ഇങ്ങനെ പല സ്റ്റേറ്റുകളിലായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും എപ്പോഴും നിങ്ങൾ തോന്നുന്ന ഒരു നല്ല ഒരു കാര്യമാണല്ലോ അത്. ഇപ്പോൾ സീറോ മലബാർ സഭയോടുള്ള സ്നേഹം അങ്ങനെയാവും എന്നിലുണ്ടായത്. ഞാൻ കുറലിങ്ങാണ്ട് പോയി, ഇവിടെ നിന്ന് അറിയാമല്ലോ, വീട്ടിൽ ഞങ്ങളെല്ലാം സീറോ മലബാറുകാരായിരുന്നു, സീറോ മലബാർ രീതിയിലുള്ള കുർബാനയായിരുന്നു. അത് കഴിഞ്ഞ് കുറലിങ്ങാണ്ട് പോയി ചേർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർക്ക് പോയി. അപ്പം അങ്ങനെയൊക്കെ ആ സീറോ മലബാർ സഭയോടുള്ള സ്നേഹം ഇപ്പോഴും എന്നിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ടും ഇവിടെ സീറോ മലബാർ രീതിയിൽ പട്ടം കിട്ടി എനിക്കിവിടെ. അന്ന് നമ്മുടെ ജോർജ് വലിയ പിതാവായിരുന്നു 90 ഏപ്രിൽ 26. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷം ഇവിടെ സീറോ മലബാർ സഭയിൽ സീറോ മലബാർ അന്ന് നമ്മുടെ വെളുത്തങ്ങാടി രൂപതയില്ല, അന്ന് തലശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ആ തലശ്ശേരി രൂപതയുടെ ഭാഗം സീറോ മലബാർ പള്ളികളിൽ അത് ശുശ്രൂഷ ചെയ്തു ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്നത് കുറവലിങ്ങാട്ടേക്കാണ്. അപ്പോൾ കുറവലിങ്ങാടാണെങ്കിലും നല്ല നമ്മുടെ സീറോ മലബാറിൻ്റെ പൈതൃകമാണല്ലോ അവിടെ. അപ്പോൾ അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജർമ്മനിക്ക് പോയി. അപ്പോൾ അവിടെ പോയിട്ടും അവിടെയും കിട്ടി ഈ പറഞ്ഞ പോലെയുള്ള ചാൻസ്. സീറോ മലബാർ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കാനായിട്ട് ഫ്രാങ്ക്ഫർട്ടിൽ ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെ വ്യൂട്സ്ബർഗിലേക്ക് മാറിയപ്പോൾ അവിടെയും ഈ കാലഘട്ടത്തിൽ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിയോഗം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഓർത്തില്ല നമ്മുടെ ഇങ്ങനെ ഈ ഒരു സീറോ മലബാർ രൂപതയുടെ മെത്രാനായിട്ട് ഉള്ള ഇത് കിട്ടുമെന്നുള്ളതൊക്കെ. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. പിതാവ് ഇപ്പം 31 വർഷത്തിന് ശേഷം വെൽത്തങ്ങാടി രൂപതയിലേക്ക് ഇടയനായി വരിക, അത് വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് പിതാവ് തീർച്ചയായിട്ടും വന്നിട്ടുള്ളത്. അപ്പം 30 കൊല്ലത്തെ ജർമ്മനി, അതിനിടയിൽ ഇവിടുത്തെ വിശ്വാസ രീതികളോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ അവധിക്കൊക്കെ വരുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയൊരു അടുത്ത് കാണുന്നത് കുറവായിരിക്കും. അപ്പം ഒരു വിശ്വാസ തീക്ഷ്ണതയിൽ എന്തെങ്കിലും ഒരു കുറവുള്ളതുപോലെയോ അല്ലെങ്കിൽ പിതാവിന് കുറേ കൂടി ആളുകൾ ഇന്ന ഫീൽഡിൽ ഇന്ന വിശ്വാസ മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, കൂടുതൽ വളരണം, അങ്ങനെ എന്തെങ്കിലും പിതാവിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സീറോ മലബാറിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അതൊരു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ, അതായത് ബാംഗ്ലൂരിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഞങ്ങൾക്കൊരു അന്നൊരു റെക്ടർ ഉണ്ടായിരുന്നു, ജോർജ് വഞ്ചിപ്പുരയ്ക്കൽ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട്. പുള്ളി കടുത്തുരുത്തിക്കാരനാണ്, പുള്ളി ഇപ്പം മരിച്ചുപോയി. അപ്പോൾ ആ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, ആ അച്ഛൻ ജർമ്മനിയിൽ വെച്ച് തന്നെ ഒത്തിരി സീറോ മലബാറിനെ പറ്റി ഒത്തിരി എഴുതിയിട്ടും ഒക്കെ ഉള്ള ഒരു അച്ഛനാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് ലത്തീൻകാരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ കർണാടകത്തിൽ നിന്ന് വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിക്സ്ഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. ബാംഗ്ലൂരിൽ മല്ലേശ്വരത്തുള്ള കമ്മ്യൂണിറ്റി ക്ലരീഷ്യൻ സെമിനാരിയാണ്. അപ്പോൾ അവിടെയാണ് ഫിലോസഫിയും തിയോളജിയും പഠിക്കുന്നത്. അപ്പോൾ ആ സെമിനാരിൽ തന്നെ ഞങ്ങൾ സീറോ മലബാർ കുർബാന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. കാരണം മറ്റുള്ളവർക്ക് മലയാളം അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് ടെക്സ്റ്റാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വഞ്ചിപ്പുരച്ചൻ ഈ സീറോ മലബാറുകാരെ വിളിച്ച് ഈ ലിറ്റർജിയെ പറ്റി പഠിപ്പിക്കാറുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെയാണ് പിന്നീട് എന്നിൽ ഇത്രയും ഒരു സീറോ മലബാറിനോടുള്ള സ്നേഹം വളർത്തിയെടുത്തത്. അപ്പോൾ നമ്മുടെ സ്വന്തം അമ്മ, ആ അമ്മയെ സ്നേഹിച്ചിട്ടേ മറ്റുള്ള അമ്മമാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പണ്ട് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ അമ്മ സീറോ മലബാർ സഭയാണ് എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് പിന്നീട് എനിക്ക് ഇവിടെ ജർമ്മനിയിലാണേലും കാണിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ആ ഇടയ്ക്കാണ് പിന്നെ നമ്മുടെ സീറോ മലബാർ വിസിറ്റേഷൻ ഉണ്ടായത് നമ്മുടെ യൂറോപ്പിന് വേണ്ടിയിട്ട്. അപ്പം 2004. അപ്പോൾ അന്ന് തുടങ്ങി നമ്മുടെ സ്റ്റീഫൻ പിതാവാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ പിതാവ് അവിടെ വരുമായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അവിടെ ജർമ്മൻകാർക്ക് പോലും ഞങ്ങളുടെ ഈ മലയാളം ടെക്സ്റ്റ് ഞങ്ങൾ ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ ഒരു പള്ളി ഉണ്ടായിരുന്നു അവിടെ. ആ പള്ളിയിൽ എന്നും എല്ലാ വർഷവും എന്നെ വിളിക്കുമായിരുന്നു, വർഷത്തിലൊരിക്കൽ ഒരു ജർമ്മൻ കുർബാന ചെല്ലാനായിട്ട്, സീറോ മലബാർ റൈറ്റിലുള്ള ജർമ്മൻ കുർബാന. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു അവിടെ. അപ്പോൾ ഈ ജർമ്മൻകാർക്കാണേലും ഇത് ഒരു പുതുമ കാണുന്ന അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ താല്പര്യമാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ എല്ലാ വർഷവും ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേക്ക് ഞങ്ങൾ അവിടെ സീറോ മലബാർ കുർബാന ചെല്ലുമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എനിക്ക് സീറോ മലബാർ കുർബാനയോടും സീറോ മലബാർ കുർബാന രീതിയോടും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോൾ ബെൽത്തങ്ങാട് രൂപത 26 വർഷം നയിച്ചയാളാണ് ലോറൻസ് പിതാവ്. അതെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പിതാവ് അതേ സ്ഥാനത്തേക്ക് വരുമ്പം പിതാവിൻ്റെ ഒരു പാസ്റ്ററൽ പ്രയോറിറ്റി ഉണ്ടല്ലോ,
ഇടനെടുത്ത ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യണം, അങ്ങനെ പിതാവിന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയോ ഒരു വിഷനോ അങ്ങനെ എന്തെങ്കിലും പിതാവിന് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? 26 വർഷക്കാലം ലോറൻസ് പിതാവ് നയിച്ച ഒരു രൂപതയാണിത്. അപ്പം പിതാവിൻ്റെ വഴികളുണ്ടല്ലോ, നല്ല ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട വഴികളാണ് പുള്ളിയുടെ. അപ്പം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്കറിയാം, നമുക്കിവിടെ ഈ സിറോ മലബാർ രൂപതയായത് സിറോ മലബാർ പൈതൃകം കാത്തു പാലിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമുക്കിവിടെ അടുത്ത് തന്നെ മംഗലാപുരം രൂപതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ മംഗലാപുരം രൂപതയ്ക്കകത്താണ് ഈ സിറോ മലബാർ രൂപത ആയിരിക്കുന്നത്, ബെൽത്തങ്ങാടി. അപ്പോൾ ഈ ബെൽത്തങ്ങാടി രൂപതയായിരിക്കും സിറോ മലബാറിൻ്റെ പൈതൃകം കാത്തു പരിപാലിക്കാനും അതിൻ്റെ അടുത്ത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സിറോ മലബാർ രീതിയിലുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. എല്ലാ രീതിയിലും സിറോ മലബാർ സഭ പഠിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ ഇവിടെ രൂപതയുടെ ആവശ്യമില്ലായിരുന്നു. ആ ഒരു വിശ്വാസ പൈതൃകമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിതാവ് ഇതിൻ്റെ ഒരു മോട്ടോ ആയിട്ട് പിതാവ് എടുത്തിരിക്കുന്നത് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ് എന്നുള്ളതാണ്. അതെ, ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. ജോൺ 10:10, പിതാവ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ജോൺ 10:10 അതെനിക്ക് എപ്പോഴും ഒരു ഇഷ്ടമുള്ള വാക്യമായിരുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനും ആകണം എന്ന്. നമുക്കറിയാം, നാമെല്ലാം കുടിയേറി ഇവിടെ വന്നവരാണ്, കുടിയേറ്റക്കാരാണ്. അപ്പോൾ കുടിയേറ്റത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമുക്കൊന്നും നല്ല സ്ഥലങ്ങളൊന്നും പലപ്പോഴും കിട്ടിയിട്ട് കാണില്ല. നമുക്കറിയാം, ആ കാലത്ത് വന്നവർ ഇവിടെ വന്നിട്ട് ഒന്നുമില്ലാതെ, അതുതന്നെയാണ് ഞാനും ജർമ്മനിയിലും അനുഭവിക്കുന്നത്. കാരണം ഒന്നുമില്ലാത്തടത്തുനിന്ന് വന്നെല്ലാം നമ്മൾ ഉണ്ടാക്കണം, എല്ലാം മേടിക്കണം നമുക്കവിടെ. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എപ്പോഴും നമ്മുടെ ആൾക്കാർ അത്രയൊന്നും റിച്ചല്ല, വലിയ സാമ്പത്തികമായിട്ട് വലിയ മുൻഗണനയിലൊന്നുമല്ല. അപ്പം എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു വക നമുക്ക് നമ്മുടെ നാട്ടിൽ, അതുകൊണ്ടാണ് നമ്മൾ ജീവൻ എൻ്റെ ഫുൾനെസ് എന്ന് പറയുന്നത് തന്നെ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഐ ഹവ് കം ടു ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. അപ്പം കർത്താവ് പറഞ്ഞ ആ വാക്യം തന്നെ നമ്മൾ എടുത്ത് മനുഷ്യരിലേക്ക് കൊടുക്കുമ്പോൾ മനുഷ്യരെ പലരും ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ സഭ പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ, ആ സഭ മക്കൾക്ക് ജീവിക്കാനുള്ള വകയും കൂടി കാണിച്ചു കൊടുക്കണം. അപ്പം ആ രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവൻ സമൃദ്ധിയിൽ ഉണ്ടാകുന്നത്? സ്പിരിച്വലായിട്ടുള്ളത് കർത്താവ് തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം കേട്ടാൽ മതി, അതാണ് ജീവിച്ചാൽ നമുക്ക് സ്പിരിച്വലായിട്ടുള്ളതുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് മറ്റീരിയലായിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം ഫുൾനെസ്സിലേക്ക്, അതായത് പച്ചവാക്കി പറഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം എങ്ങനെ മാറ്റാൻ സാധിക്കും നമുക്ക്. എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച ഈ ജർമ്മനിലൊക്കെ ചെല്ലുമ്പോഴാണ്. ജർമ്മൻകാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്കെല്ലാം ഉണ്ട്. അവിടെ ഒന്നും ഉണ്ടായില്ല, കാരണം അവിടെ എപ്പോഴും മഞ്ഞും ഇങ്ങനെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അവിടെ. പക്ഷെ അവർക്ക് സാധനങ്ങളെല്ലാം ഉണ്ട് താനും. ഇവിടെ ഉണ്ടാകുന്ന പഴങ്ങളെല്ലാം അവിടെ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ നോക്കിയപ്പോഴും അവരുടെ ചില പ്രിൻസിപ്പിൾസാണ്. ഈ വെള്ളവും വൈദ്യുതിയും ഈ ഇലക്ട്രിസിറ്റിയും ഒക്കെ അവർക്ക് ഒരിക്കലും ഇല്ലാതിരിക്കില്ല, 24 hours. നമുക്കിവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ വല്ലപ്പോഴും പോയാൽ പിന്നെ വരുന്നത് ഒരു മഴ പെയ്താൽ മതി, ഇലക്ട്രിസിറ്റി പോയി. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഫുൾനെസ്സിൽ നമുക്കത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല? അതൊക്കെ ഇച്ചിരി പ്രിൻസിപ്പിൾസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വെള്ളമുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് കുളമുണ്ട്, ബോർവെൽസ് ഉണ്ട്, വെള്ളം ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമ്മുടെ സൂക്ഷ്മക്കുറവും കൊണ്ട് പലപ്പോഴും നമുക്കത് അതിൻ്റെ കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഈ ജർമ്മൻകാർ അവരിപ്പം പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ആറ്റംസ് എല്ലാം അവർ ഓഫ് ചെയ്തിട്ട് ഈ സോളാർ സിസ്റ്റത്തിലേക്ക് അവർ മാറുക. അവരുടെ 2 പ്രയോറിറ്റിയാണ്. ഒന്ന് സോളാർ സിസ്റ്റം, പിന്നെ ഒന്ന് വിൻഡ്, ഈ കാറ്റും കൊണ്ടുള്ള ഇതിലേക്ക് അവർ തിരിയാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ നമ്മുടെ നാട്ടിൽ 24 hours എന്ന് വേണേൽ പറയാം. അത്രയും ഇഷ്ടം പോലെ ഈ സൂര്യൻ്റെ കിരണം ഇങ്ങനെ ഉണ്ട്. ഒരു ജർമ്മനിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 മാസക്കാലേ ഉള്ളൂ നല്ല ചൂട്, ബാക്കിയുള്ളപ്പോൾ എല്ലാം ഇങ്ങനെ തണുത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് ഈ സോളാർ സിസ്റ്റം ഇത്രയും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുകയില്ല? അതുപോലെ തന്നെ വേറെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ എന്തോരം പഴങ്ങളാണ് നല്ല ഉണ്ടാകുമ്പോൾ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് പിന്നെ നശിച്ചു പോകുന്നു.
നല്ല മഴക്കാലത്ത് നമുക്ക് തിന്നാനായിട്ട് കിട്ടാൻ കുറവാണ്, ആഹാരമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ ഈ പോവർട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് നിർമൂലനം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു ഐഡിയ ആണ് ഈ സോളാർ സിസ്റ്റം. ഒത്തിരി ആൾക്കാർ ജോലി, അതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ ഒത്തിരി പേര് പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ. നമ്മുടെ യൂത്താണ് നമ്മുടെ പവർ, നമ്മുടെ ഫ്യൂച്ചർ യൂത്താണ് ഈ യുവജനങ്ങൾ. ഒത്തിരി ഉണ്ട് താനും. അപ്പോൾ എല്ലാവരും ജോലിയില്ലാതെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ജോലി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട് നന്നാകും. നാട് നന്നാകുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ സമൃദ്ധി നമുക്കുണ്ടാകും. തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വികസനം ഉണ്ടാവേണ്ട കുറേ മേഖലകളെക്കുറിച്ചാണ് പിതാവ് സൂചിപ്പിച്ചത്. പിതാവ് ഇതിനോട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം ജർമ്മനിയിലെ തലമുറയെ പിതാവ് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങളുണ്ട്, അവരുടെ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊണ്ടുവരാനും അവരെ ഒന്ന് ഊർജ്ജസ്വലരാക്കാനും നമ്മുടെ സഭയോട് ചേർത്ത് നിർത്താനും ഒക്കെ പിതാവിൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയാണ്? യുവാക്കൾ എല്ലാ കാലങ്ങളിലും ഒരു വെല്ലുവിളിയാണ്. കാരണം അവരുടെ കുറേ പുതിയ ആശയങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും അവർക്ക്. പക്ഷെ ആശയങ്ങൾ നല്ലതാണ്. അതൊരു പ്രോബ്ലമായിട്ട് ഒരിക്കലും എടുക്കരുത് നമ്മൾ. നമുക്കൊരു പ്രോബ്ലമില്ല, പക്ഷേ അതിൻ്റെ ഒരു പുതിയ വെല്ലുവിളിയാണ്. എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തെ നമുക്ക് കിട്ടാത്ത ഒരു അനുഭവമാണ് ഇവർക്ക് ഉള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച കാലത്ത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണോ അതൊന്നും ഇല്ലായിരുന്നു. അവർക്കുള്ള ഒരു ക്വാളിറ്റി അത് നമുക്കില്ലായിരുന്നു നമ്മൾ പഠിച്ച കാലത്ത്. ഇപ്പോൾ പെട്ടെന്ന് അതെല്ലാം പിക്കപ്പ് ചെയ്യും. അത് നമ്മുടെ ഒരു പ്രോബ്ലം, അന്നത്തെ പ്രോബ്ലം അല്ല ഇപ്പോൾ ഇവരുടെ പ്രോബ്ലം. ഇവർക്ക് വേറെ ഒരു രീതിയിലുള്ള ഒരു ചിന്താഗതി വരുന്നു. ഞാൻ പറഞ്ഞില്ല, പ്രോബ്ലം അല്ലത്. പ്രോബ്ലത്തിന് പകരം അതൊരു മുന്നോട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നുള്ളതാണ് അതിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് യൂത്ത് നമ്മുടെ ഭാവിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ചിന്താഗതികൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് നോക്കിക്കേ. പോസിറ്റീവായിട്ട് എടുത്ത് നമുക്ക് അതിനൊരു പുതിയ നിരൂപണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഭംഗിയായിട്ട് വേറെ രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചർച്ചിൻ്റെയും എലമെൻ്റ് അത് തന്നെയാണല്ലോ. നെഗറ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ആക്കുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കർത്താവ് വന്നത് നമ്മുടെ നെഗറ്റീവ് എലമെൻറ്റ്സ് പോസിറ്റീവ് ആക്കാനായിട്ടാണ് കർത്താവ് വന്നത്. നമ്മൾ പണ്ട് ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഒരു ഇതുണ്ടായിരുന്നു, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇത്. നെഗറ്റീവിൻ്റെ ഒരു ഇതാണല്ലോ, മൈനസ് ആണല്ലോ നെഗറ്റീവ്. പക്ഷേ കർത്താവ് വന്ന് ഈ നെഗറ്റീവിനെ എടുത്ത് പ്ലസ് ആക്കി, കുരിശ്. അതാണ് നമ്മുടെയും ജോലി. എവിടെ നല്ല ഐഡിയാസ് ഉണ്ടോ, നല്ല ആശയങ്ങൾ കിട്ടുന്നുണ്ടോ, അതിനെയെല്ലാം നമ്മൾ സഭ സ്വീകരിച്ചുകൊണ്ട് അതിനെ ക്രിസ്തീയ മൂല്യങ്ങളിൽ നൽകിക്കൊണ്ട്, അതാണ് നമ്മുടെ കടമ. എല്ലാ എലമെൻറ്റ്സും നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, എല്ലാ ഇതിലുണ്ട്. അതിന് നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ യൂത്തിന് അനുസരിക്കാവുന്ന രീതിയിൽ വാർത്തെടുക്കുക. അവരുടെ ചിന്തകളെ നമ്മൾ എത്രമാത്രം അഡോപ്റ്റ് ചെയ്യുന്നു അത്രമാത്രം നന്മ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? പലപ്പോഴും യുവജനങ്ങൾ പറയുന്ന പുതിയ ചിന്തകളും അവരുടെ ആറ്റിറ്റ്യൂഡ്സും നമുക്ക് മനസ്സിലാകാതെ പോകുന്നു, ഇല്ലെങ്കിൽ വൈദികർക്ക് മനസ്സിലാകാതെ പോകുന്നു, അവരെ മാറ്റി നിർത്തുന്നു, സഭയുടെ കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇങ്ങനെ പല പരാതികളും വരുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ പഴയ തലമുറയ്ക്ക് അവരുടെ ചിന്തകളെ ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. പിതാവ് പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ചിന്തകളെ സഭയോട് ചേർത്ത് പിടിക്കുമ്പം, വചനത്തോട് ചേർത്ത് പിടിക്കുമ്പം അതിനൊക്കെ ഒരുപാട് നന്മകൾ വിരിയാൻ ബാക്കി കിടക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് മുക്കുവന്മാരെ വിളിച്ചത്, മീൻപിടുത്തക്കാരെ വിളിച്ചത്? അതിനൊരു കാരണം, ഒരു കാരണം ഞാൻ വായിച്ചപ്പോൾ കിട്ടിയൊരു കാരണം ഇതാണ്. നമ്മൾ വള്ളത്തിൽ പോകുമ്പോൾ വള്ളത്തിന് ഒരിക്കലും ഒരു ടാറിട്ട റോഡല്ല, വെള്ളത്തിൽ കൂടെ പോകുന്നു. അപ്പോൾ നമ്മുടെ ജോലി അത് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ഫെസ്റ്റ് എന്നാ പറയുന്നതിന് ഒരു ടാറിട്ട റോഡിൽ കൂടെ മാത്രമല്ല നമ്മൾ പോകുന്നത്, നമുക്ക് പല വഴിക്കും പോകാം. അപ്പോൾ മുക്കുവന്മാർ അങ്ങനെ ചെയ്യുന്നത്, മുക്കുവന്മാർ മീൻ പിടിക്കാൻ പോകുന്നത് പല വഴിക്കൂടെ, അതിലൂടെ ഒരു റോഡിൽ കൂടെ തന്നെയല്ല അവർ പോകുന്നത്. അപ്പോൾ വള്ളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അതിലങ്ങ് പോകും, വെള്ളത്തിൽ കൂടെ വെള്ളം പോകുന്നു. അപ്പോൾ മീൻ പിടിച്ചുകൊണ്ടുണ്ടാക്കുന്ന ആൾക്കാരെ കർത്താവ് പിടിച്ചതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. നമുക്കൊരു എല്ലാം കൊണ്ടും നമ്മുടെ പാരമ്പര്യം കൊണ്ടൊക്കെയുള്ള ഒരു ഇതല്ല, അതിൽ കവിഞ്ഞ് പുതിയ രീതികൾ, പുതിയ മാർഗങ്ങൾ, പുതിയ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെ. ഞങ്ങളുടെ ക്ലരീഷ്യൻസിൻ്റെ മോട്ടോ തന്നെ അതാ, എല്ലാ ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ മിഷൻ പ്രവർത്തനം ചെയ്യാനായിട്ട്. വാട്ട് എവർ ഈസ് പോസിബിൾ, മേക്ക് ഇറ്റ്, യൂസ് ഇറ്റ്.
എവറിത്തിങ് ഈസ് ഫോർ ദ ഗുഡ് ഓഫ് ദ പീപ്പിൾ. പിതാവ് ഈ ക്ലരീഷ്യൻ സഭ എന്ന് പറയുന്നത് മാതാവിൻ്റെ മക്കളാണ്. അപ്പം പിതാവിന് മാതാവിനോട് പ്രത്യേകമായിട്ടൊരു ഭക്തി അങ്ങനെ എന്തെങ്കിലും പിതാവിന് പറയാനായിട്ടുണ്ടോ? അതെ, ഞങ്ങൾ ക്ലരീഷ്യൻസ് അറിയപ്പെടുന്നത് CMF എന്നാണ്. CMF, കോർദീസ് മറിയെ ഫീലി, മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മക്കൾ. അത് ക്ലാരറ്റ് ഞങ്ങളുടെ സഭാസ്ഥാപകനായ വിശുദ്ധ ആൻ്റണി മേരി ക്ലാരറ്റ്, പുള്ളി ഒരു വലിയ മറിയഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭ സ്ഥാപിച്ചപ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മക്കൾ എന്ന്. അതായത് ജൂലൈ 16 തീയതിയാണ് ഈ ഞങ്ങളുടെ സഭ സ്ഥാപിക്കുന്നത്. ഈ ജൂലൈ 16 എന്ന് പറയുന്നത് നമുക്കൊരു മാതാവിൻ്റെ ഫീസ്റ്റ് ഉള്ളതാണ്, കർമ്മല മാതാവിൻ്റെ ഫീസ്റ്റാണ്. അപ്പം അന്ന് ഈ വിക്ക് എന്ന് പറയുന്നൊരു സെമിനാരിയിലാണ് ഇവർ സഭ സ്ഥാപിക്കുന്നത്. ഒരു ക്ലാരറ്റിൻ്റെ കൂടെ വേറെ 5 വൈദികരും കൂടി സ്ഥാപിക്കുന്നത്. ആ മുറിയിൽ ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്ന ആ ഫോട്ടോയാണ് ഇന്നും ഞങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് മാതാവിനോടുള്ള പ്രത്യേക ഒരു സ്നേഹം ക്ലരീഷ്യൻസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, കുറവലിങ്ങാട് മുത്തിയമ്മയുടെ അവിടെ വന്ന് നമുക്ക് സഭ സ്ഥാപിക്കാൻ സാധിച്ചതും ഇതൊക്കെ കൊണ്ടാണ്. അതിനോടുള്ള ഭക്തി, മാതാവ് എൻ്റെ കൂടെയുണ്ട്, മാതാവിൻ്റെ മക്കളാണ് ഞങ്ങൾ എന്നുള്ള ആ ഭാവം എപ്പോഴും ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും, ക്ലരീഷ്യൻസിന് മാത്രമല്ല, കാത്തലിക്സ് എല്ലാവരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെല്ലാവരും മാതാവിനെ അമ്മയായിട്ടാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ രീതി സന്തോഷമുണ്ട്. ഇതിനോട് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, പിതാവ് ഈ ദിവസങ്ങളിലെല്ലാം മെത്രാഭിഷേകത്തിന് മുൻപും അതിന് ശേഷവും ഈ തൊട്ട അയലോക്കത്തെ വീടുകളിൽ കൂടെയൊക്കെ വളരെ കാഷ്വലായിട്ട് ഇറങ്ങി ചെന്ന് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത്ര കേട്ടുകേഴ്വിയില്ലാത്ത, പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. പിതാവ് അങ്ങനെ സാധാരണ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള മനഃപൂർവ്വമായിട്ടൊരു ശ്രമം നടത്തുന്നതാണോ, അതോ പിതാവിൻ്റെ ഒരു ജീവിത ശൈലി അങ്ങനെ തന്നെയാണോ? എൻ്റെ ജീവിതശൈലി അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് കാലത്ത് പള്ളിയിൽ പൊയ്ക്കൊണ്ടുവന്ന കാലത്ത് നടന്നു പോകുമായിരുന്നു. പള്ളിയിലേക്ക് പോകും, തിരിച്ചു വരുമ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി വീട്ടിലെത്തുമായിരുന്നു. ഇപ്പോൾ അത് പറ്റിയില്ല. കാരണം ഇപ്പം വണ്ടികളുള്ളത് കൊണ്ട് നമ്മൾ നടന്നാൽ തന്നെ ആൾക്കാർ വണ്ടി കയറച്ച കൊണ്ടുപോകും പള്ളി പോകാനായിട്ട്. അപ്പം പണ്ട് ഞങ്ങൾ നടന്നു പോകുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ളതാണ് നമ്മുടെ കടമ. പ്രത്യേകിച്ച് അച്ഛന്മാർ, സന്യസ്തർ, ഇവരുടെയൊക്കെ പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു അകൽച്ച ഉണ്ടല്ലോ, ആൾക്കാരുമായിട്ടുള്ള അകൽച്ച ഒരിക്കലും പാടില്ല. അപ്പം അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും, ഇപ്പം ഞാനിത് നടന്നു പോകുമ്പം ഒത്തിരി ആൾക്കാർ ഹിന്ദുക്കളാണ്. അവരോട് ഇരുന്നില്ല പറയായിരിക്കും, ഒന്ന് കൈ കാണിച്ചാൽ മതി, അവരും കൈ കാണിക്കും തിരിച്ച്. അപ്പോൾ അവർ പറയുന്നത് ഗുരുക്കളേക്ക് ഗുരുത്തുണ്ടു എന്ന് പറഞ്ഞാൽ പോകുള്ളൂ. അപ്പം അങ്ങനെയാ എല്ലാം. നമ്മൾ ഇറങ്ങി ചെയ്യുന്നില്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരികയില്ല, നമ്മളെ കാത്ത് ആരും നമ്മുടെ അടുത്തേക്ക് വരികയില്ല, നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. അതിപ്പോൾ നമുക്ക് നമ്മുടെ പാസ്റ്ററൽ വർക്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ. അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണത്. നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പള്ളിയിലിരുന്നിട്ട് കാര്യമില്ല. അച്ഛന്മാർ പള്ളിയിരുന്ന ആൾക്കാരങ്ങ് വരികയില്ല. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചാൽ അതും എൻ്റെ അനുഭവം, ജർമ്മനിലുള്ള അനുഭവമാണ്. പലപ്പോഴും നമ്മൾ അവിടെ ആരും അങ്ങോട്ട് ഈ വീട് വിസിറ്റൊന്നും അവിടെ ഇല്ല. പക്ഷേ ഞങ്ങൾ നമ്മുടെ സീറോ മലബാർ കുടിയേറ്റക്കാരുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അവിടെ ആൾക്കാരെ കാണാൻ കിട്ടിയല്ല. നമ്മുടെ സീറോ മലബാർ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി പെരവഞ്ചരിക്കും. ഇതൊക്കെ ആൾക്കാരുമായിട്ടുള്ള ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറ്റിയില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പള്ളി വരാൻ സൗകര്യമില്ലാത്ത ആൾക്കാർ, അവരൊക്കെ ഉള്ളത് വീട്ടിൽ ഇരിക്കുകയുള്ളവർ. അപ്പോൾ അവരൊക്കെ കാണണമെങ്കിൽ നമ്മൾ വീടുകളിൽ പോകണം. അതുകൊണ്ടാണ് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പെരവഞ്ചരി വെച്ചിരിക്കുന്നത്. കാരണം വീട്ടിലുള്ള ആൾക്കാർ, കാരണം നമുക്ക് നടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, പ്രായം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പള്ളിയോട് എന്തെങ്കിലും രീതിയിൽ ഇച്ചിരി ഇടഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം മതി. പക്ഷെ നമ്മൾ അവരോട് പോയി സംസാരിച്ച് കഴിയുമ്പോൾ ആ പണക്കങ്ങ് മാറും. അതൊരു സത്യമാണ്. നമ്മൾ ഈ രണ്ട് കൂട്ടർ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഒരു പ്രശ്നം വരുന്നത്. അടുത്ത് വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ പാസ്റ്റൽ ലൈഫിൽ നമുക്കുള്ള ഇതാണ്. നമുക്ക് എപ്പോഴും ആൾക്കാരുമായിട്ട് ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒത്തിരി മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ഓർക്കും ഇത് പള്ളിയും പട്ടക്കാരും വേറെ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ലോകം ഇത് തന്നെയാണല്ലോ. അപ്പോൾ അവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞതിനും ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു പ്രോബ്ലം ഒരിക്കലും ഇല്ല, നമുക്കൊരു ചലഞ്ചാണുള്ളത്. അത് നമ്മളെങ്ങനെ അത് ജീവിക്കുന്നു, എങ്ങനെ നമ്മൾ ആ കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അന്യോന്യം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു. പിതാവ് ഇത്രയും സമയം പിതാവിനോട് സംസാരിക്കാൻ സാധിച്ചത്, പിതാവിനെ കേൾക്കാൻ സാധിച്ചത് വലിയ ദൈവാനുഗ്രഹപ്രദമാണ്. പിതാവിനെ കേൾക്കുന്ന ഞങ്ങളേവരെയും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പിതാവിന് പ്രത്യേകമായി. തീർച്ചയായിട്ടും നല്ല കാര്യം. എല്ലാം ദൈവം ഈ
പ്രോഗ്രാം കാണുന്നവരെയും കേൾക്കുന്നവരെയും ഒക്കെ അനുഗ്രഹിക്കേണ്ടത് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു ജോലിയാണ് ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യം ജീവിക്കുക. പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം നമുക്ക് നല്ല ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാം കർത്താവിൻ്റെ കൃപയാണ്. അപ്പോൾ ആ കൃപയിൽ നമുക്ക് ജീവിക്കാം. അതിനുള്ള അനുഗ്രഹം കർത്താവ് തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം ദൈവത്തോട് കൂടെ ആയിരുന്നാൽ മതി. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായ രീതിയിൽ നമുക്ക് അപേക്ഷിക്കാം. അമ്മ നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. നമുക്ക് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മോട് കൂടെയുണ്ട്, സഭയോട് കൂടെയുണ്ട്. ആ നല്ല അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കിന്ന് കിട്ടിയ ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിച്ചു ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ എല്ലാം അങ്ങന്ന് ഭാഗഭാഗിത്വം വഹിച്ചുകൊണ്ട് ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. ഇമ്മാനുവേൽ, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ദൈവമാണ് അങ്ങ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹവും എല്ലാം നൽകിക്കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. അങ്ങന്ന് വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയിലുണ്ടാകുവാനുമായിട്ടാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഈ സമൃദ്ധിയിലുള്ള ജീവിതം അനുഭവിക്കാനായിട്ട് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഒത്തിരി നന്ദി.